കോവിഡ് കാലത്ത് പഠനത്തിന്റെ ഭാഗമായും മറ്റും കൊച്ചുകുട്ടികൾ പോലും മൊബൈൽ ഫോണിന്റെ സ്ഥിരം ഉപഭോക്താക്കളായി. കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി. കുട്ടികളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ എങ്ങനെ വാങ്ങി വെക്കുമെന്നറിയാതെ ടെൻഷനിലാണ് മാതാപിതാക്കൾ. എന്തിനും ഏതിനും മൊബൈൽ ഫോണുകൾ എന്ന അവസ്ഥയാണ്. ഭക്ഷണം കഴിക്കുമ്പോഴും ഇരിക്കുമ്പോഴും എന്തിന് ഉറങ്ങുമ്പോൾ പോലും മൊബൈൽ ഫോണുകൾ സജീവ സാന്നിധ്യമായി മാറി. ഫോണുകളില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാതെയായി. എന്നാൽ എപ്പോഴും ഓമനിച്ചു കൊണ്ടു നടക്കുന്ന സ്മാർട്ട് ഫോണുകൾക്ക് ദൂഷ്യഫലങ്ങൾ ഏറെയാണ്. ഇതിനെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും ഒട്ടും വേവലാതിപ്പെടാതെയാണ് മൊബൈലുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നടക്കുന്നത്. കുറച്ചു നാളുകളായി തുടർച്ചയായി കേൾക്കുന്നതാണ് മൊബൈൽ ഫോൺ പൊട്ടിത്തെറികൾ. ഫോൺ പൊട്ടിത്തെറിക്കുന്നതിന്റെ കാരണങ്ങൾ പലപ്പോഴും പലതാണ്. അമിതമായ ഫോൺ ഉപയോഗം, ദീർഘനേരം ചാർജ് ചെയ്യൽ, ഫോണിൽ അമിതമായ ചൂട്, കാലാവധി കഴിഞ്ഞ ബാറ്ററികൾ ഇതെല്ലാം പൊട്ടിത്തെറിക്ക് കാരണമായേക്കാം. പൊട്ടിത്തെറിച്ചില്ലെങ്കിലും ഫോണിന്റെ അമിത ഉപയോഗം ദോഷം തന്നെയാണ്. കയ്യെത്തും ദൂരത്ത് മൊബൈൽ ഫോണുകൾ വെച്ച് കിടന്നുറങ്ങുന്ന ആളാണ് നിങ്ങളെങ്കിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അകലം പാലിച്ചാൽ ദുഃഖിക്കേണ്ട. മൊബൈൽ ഫോണുകളുമായി സുരക്ഷിത അകലം പാലിക്കണമെന്ന് യുഎസിലെ കാലിഫോർണിയയിലെ ആരോഗ്യവകുപ്പ് 2017 നടത്തിയ പഠനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പൊട്ടിത്തെറികൾ മാത്രമല്ല, മൊബൈൽ ഫോണുകൾ ഉപയോഗം അമിതമാകുന്നതോടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് കണ്ടുവരുന്നത്. ഒരു പരിധിവരെ മൊബൈൽ വളരെ ഗുണം ചെയ്തുവെങ്കിലും അത്ര തന്നെ ദോഷവും അതിനൊപ്പമുണ്ട്. ഒരു ദിവസത്തിന്റെ ഭൂരിഭാഗം സമയവും ഫോണിൽ ചെലവഴിക്കുക, ആപ്പുകളിൽ മുഴുകി ദിവസം ചെലവഴിച്ചു തീർക്കുന്ന ശീലം നിങ്ങളുടെ സ്വഭാവത്തെയും ജീവിതത്തെയും ഏറെ ബാധിക്കും. ഉറക്കം കുറയുക, കാര്യക്ഷമത കുറയുക, ഏകാഗ്രത നഷ്ടപ്പെടുക, മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുക എന്നിങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് മൊബൈൽ ഫോണുകളുടെ അമിത ഉപയോഗത്തിലൂടെ നമ്മളിലേക്ക് എത്തുന്നത്. കുട്ടികളിൽ അവരുടെ ബുദ്ധിവികാസത്തിനും ഒക്കെ വളരെയധികം ബാധിക്കുന്നു. എല്ലാ കാര്യത്തിലും നല്ല വശങ്ങളും ദൂഷ്യവശങ്ങളുമുണ്ട്. എന്നാൽ ദൂഷ്യഫലങ്ങൾ എല്ലാം അറിഞ്ഞുകൊണ്ട് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്നത് പോലെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ചാൽ പല അപകടങ്ങളും ഒഴിവാക്കാനാകും.